2 കൊരിന്ത്യർ അധ്യായം 10. നിങ്ങളെ അഭിമുഖമായി കാണുമ്പോൾ വിനീതനും അകലെയായിരിക്കുമ്പോൾ ധീരനും എന്ന് നിങ്ങൾ കരുതുന്ന പൗലോസ് എന്ന ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയിലും ശാന്തതയിലും നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. ഞാൻ വരുമ്പോൾ ഞങ്ങൾ ഈ ലോകത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് കരുതുന്ന ചിലരോട് ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ധൈര്യം കാണിപ്പാൻ ഇടവരുത്തരുതെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവരെങ്കിലും ലോകരെ പോലെ പോരാടുന്നവരല്ല. പോരാട്ടത്തിനുള്ള ഞങ്ങളുടെ ആയുധങ്ങൾ ജഡികമല്ല, നേരെ മറിച്ച് കോട്ടകളെ തകർത്ത് കളയുവാൻ തക്ക ദിവ്യശക്തിയുള്ളവയാണ്. ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും കീഴടക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ അനുസരണം പൂർണ്ണമായി കഴിയുമ്പോൾ ഏത് അനുസരണക്കേടിനും ശിക്ഷ നൽകുവാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കും. നിങ്ങൾ കാര്യങ്ങളെ ബാഹ്യമായി മാത്രമേ കാണുന്നുള്ളൂ. ആരെങ്കിലും ക്രിസ്തുവിനുള്ളവൻ എന്ന് സ്വയം കരുതുന്നുവെങ്കിൽ ഞങ്ങളും അയാളെപ്പോലെ തന്നെ ക്രിസ്തുവിനുള്ളവർ എന്ന് മനസ്സിലാക്കണം. നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല, ആത്മീയമായി പണിതുയർത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അധികാരത്തെ സംബന്ധിച്ച് അല്പം കൂടുതൽ പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജയില്ല. ലേഖനങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നരുത്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ഘനഗംഭീരവും കരുത്തുറ്റവയുമാണ്. എന്നാൽ ശാരീരിക സാന്നിധ്യം മതിപ്പ് തോന്നാത്തതും സംസാരം കഴമ്പില്ലാത്തതുമാണ് എന്ന് ചിലർ പറയുന്നുവല്ലോ. എന്നാൽ അകലെയായിരിക്കുമ്പോൾ ലേഖനങ്ങളിൽ ഞങ്ങൾ പറയുന്നത് തന്നെ ആയിരിക്കും അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന കൂട്ടർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ആത്മപ്രശംസ നടത്തുന്ന ചിലരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനോ അവരോട് ഞങ്ങളെ താരതമ്യപ്പെടുത്തുവാനോ ഞങ്ങൾ തുനിയുന്നില്ല. അവർ തങ്ങളെ തങ്ങളാൽ തന്നെ അളക്കുകയും തങ്ങളോട് തന്നെ ഉപമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വിവേകികളല്ല. ഞങ്ങൾ അതിരുവിട്ട് പ്രശംസിക്കുന്നില്ല. ദൈവം നിയമിച്ചു തന്ന പരിധിയിൽ തന്നെ ഞങ്ങളുടെ പ്രശംസ ഒതുക്കി നിർത്തും. ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രശംസ പരിധിക്കപ്പുറമാകുമായിരുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷവുമായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരെ വന്നുവല്ലോ. മറ്റുള്ളവർ ചെയ്ത പ്രവർത്തനത്തെപ്പറ്റിയും ഞങ്ങൾ പരിധി വിട്ട് അഭിമാനിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പ്രവർത്തന മേഖല വികസിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തിനപ്പുറമുള്ള മേഖലകളിലും സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങൾക്കിടയാകും. മറ്റൊരാളുടെ മേഖലയിൽ നടന്ന പ്രവർത്തനം സംബന്ധിച്ച് ഞങ്ങൾ പുകഴുന്നില്ല. പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവനാണ് കൊള്ളാവുന്നവൻ.